ഇവിടെ ഒരു പുൽക്കൂട് ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ ഈ പുൽക്കൂട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഇതൊരു പള്ളിയിലല്ല, ഇതൊരു വീട്ടിലാണ്. എന്തായാലും ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അതായത് പുൽക്കൂട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് വീട്ടിനകത്താണ് ഇങ്ങനൊരു പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്ന അതായത് ഈ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ നല്ല രസമുണ്ട് ഈ ഒരു പുൽക്കൂടൊക്കെ കണ്ടിട്ട്. ഒന്ന് ഈ ഒരു വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ആക്ച്വലി എൻ്റെ പേര് ട്രീസ ജോസഫ്, ഇതെൻ്റെ ഹസ്ബൻഡാണ് സെബാസ്റ്റ്യൻ ജോസഫ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പുറത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. അപ്പോൾ അവിടെ 4 വാൾസിനകത്തുള്ളതാണ് നമ്മുടെ ക്രിസ്മസ്. പുറത്തധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളുടെ തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് ക്രിസ്മസ് എന്താണെന്നും ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണെന്നും നമുക്ക് കൈമാറണം. അപ്പോൾ വീട്ടിൽ നമ്മൾ പുൽക്കൂടുണ്ടാക്കി. അപ്പോൾ ഇത് കുട്ടികൾക്ക് അവർ ഇത് ചോദിക്കും, നമ്മളോട് ചോദിക്കും ഇതെന്തുവാ. അപ്പോൾ അതായത് ഒരു പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അതൊരു വലിയൊരു മെമ്മറി ആയിട്ട് പതിയും. ക്രിസ്മസ് ഇതാണ്, പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോകത്തിൽ പല ഭാഗത്തും ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴെല്ലാം ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ ക്രിസ്മസിനല്ല, പൊതുവേ വീട് ഇൻഡോർ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത സാധനങ്ങളാണ്. ട്രീസ് ഒരു ഭാഗത്തുനിന്ന്, രൂപങ്ങളൊക്കെ വേറൊരു നാട്ടിൽ നിന്ന്, അങ്ങനെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വളരെ ട്രഷർ പോലെ സൂക്ഷിക്കുന്ന കാര്യമാണ്. പിന്നെയെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ്, നമ്മൾക്ക് തന്നെ ഉള്ളിലൊരു സന്തോഷം അപ്പോൾ ക്രിസ്മസ് വരുന്നു, ചർച്ചിലൊക്കെ ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. ഇത് നമ്മൾ രാവിലെ ഉണരുമ്പോൾ ഒരു ക്രിസ്മസ് മ്യൂസിക്കും നല്ല എല്ലാ ലൈറ്റും ഒക്കെ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് സ്പിരിറ്റാണ്. ഒരു ഹോളിഡേ മൂഡും ഒരു ഡിഫറെൻറ്റ് സ്പിരിറ്റും പിന്നെ ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അത് നമുക്ക് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ, അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന പല ആൾക്കാരുമുണ്ട്, ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റുള്ളവരുമുണ്ട്. അപ്പോൾ അവരും വരുമ്പോഴത്തേക്ക് അവരും ചോദിക്കാറുണ്ട് ഇതെന്താ എന്നുമൊക്കെ. അപ്പോൾ ഇതിൽ കൂടെ കർത്താവ് നൽകുന്ന സന്ദേശം നമ്മളോട് ചോദിക്കുന്നവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്, അതായത് സമാധാനമാണ് ലോകത്തിൽ നമ്മൾക്ക് വേണ്ടതെന്നും സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു വന്നതെന്നും നമ്മളുടെ ഉള്ളിലുള്ള അധികമായ സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു പുൽത്തൂട്ടിൽ, അതായത് എളിമയാണ് ഏറ്റവും വലിയ ജീവിതം എന്ന് കാണിക്കാനായി പുൽക്കൂട്ടിൽ ജാതനാവുകയും നമ്മൾക്കായി കുരിശുമരണം ഏറ്റെടുത്ത് ആ തിരുരക്തത്താൽ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുകയും ചെയ്തു എന്നൊരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഇതൊരു സംസാരിക്കാനൊരു മാറ്ററാകും. ഇത് ആക്ച്വലി ഒരു 30 years ഓൾഡാണ് ഈ ക്രിസ്മസ് ട്രീ. ഇത് യു എസിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഈ ഓർണമെൻറ്റ്സ് എല്ലാം എല്ലാ വർഷവും ഞങ്ങൾ ഡിഫറെൻറ്റ് കളർ തീം കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ഇയർ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു, ഇപ്രാവശ്യം വൈറ്റ് ആക്കണമെന്ന് അങ്ങനെ കൊടുത്തു. ഈ രൂപങ്ങളെല്ലാം ഞങ്ങൾ UK ലണ്ടനിൽ നിന്ന് മേടിച്ചാണ്, വെസ്റ്റ് മിനിസ്റ്റർ ചർച്ചിൽ നിന്ന്. ഞങ്ങളവിടെ ഒരു ഹോളിഡേ സീസണിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് രൂപം വളരെ എന്നാ പറയുക, ഒരു പ്രത്യേക ഒരു വെറൈറ്റി പോലെ തോന്നി. നമ്മളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഭയങ്കര കളർഫുള്ളൊക്കെ ആയിരിക്കും. ഇത് വളരെ ആക്ച്വലായിട്ടുള്ള ഒരു നാച്ചുറൽ കളേഴ്സിൻ്റെ ഒക്കെ ഒരു രൂപം ഉള്ളത് കാരണം അത് അങ്ങനെ മേടിച്ചു. പിന്നെ അവിടെ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്തു, അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് ഷിപ്പ് ചെയ്ത് കുവൈറ്റിൽ കൊണ്ടുവന്നു. കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നു. നാട്ടിലിപ്പോൾ ആദ്യമായിട്ടാണോ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്? ആക്ച്വലി ഈ നാട്ടിൽ ഇതിപ്പോൾ 2ാമത്തെ ക്രിസ്മസ് ആണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന ആ ഒരു ടൈം ഫ്രെയിമായിരുന്നു, അപ്പോൾ ശരിക്കും ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് 2ാമത്തെ ഇയർ ആണെങ്കിലും ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് എന്ന് പറയാം. കുവൈറ്റിലെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണ്? എത്ര ദിവസം മുതൽക്ക് നിങ്ങൾ? ആക്ച്വലി കുവൈറ്റിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് നാട്ടിലെ ക്രിസ്മസിനേക്കാളും കൂടുതലാണ്. ബിക്കോസ് ഈ ഡിസംബറിന് തുടങ്ങുന്ന ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസ് ഇതൊക്കെ എൻ്റെ ആകുന്നത് നമ്മുടെ ഓണം അടുക്കുന്നത് വരെയും ഇതുണ്ട്. ബിക്കോസ് ട്രിവാൻഡ്രം ഗ്രൂപ്പ് അവർ പ്രത്യേക ഒരു ക്രിസ്മസ് പ്രോഗ്രാം, കൊല്ലം ഗ്രൂപ്പ് അവരങ്ങനെ. അപ്പോൾ എല്ലാവരും ഈ അവിടെ ഉള്ള മലയാളികളല്ലേ, എല്ലാത്തിനും ഓരോരോ ഗ്രൂപ്പാണെങ്കിലും ഈ ജനങ്ങളെല്ലാം ഒരേപോലെ ഇതാണ്.
പിന്നെ ചർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇതൊരു എന്നാ പറയാം യൂണിറ്റ് പോലെ ഉള്ളവർക്കും ഓരോ ക്രിസ്മസ് കരോൾ ടീം ഉണ്ടാകും. അപ്പോൾ ആ കുട്ടികളെല്ലാ വീടുകളിലും ഇങ്ങനെ ബസ്സിൽ കൊണ്ടുപോയി കരോൾ സിംഗിങ് ഇവിടെ ഉള്ളതിനേക്കാളും ജോയ്ഫുള്ളാണ് അവിടെ. പിന്നെ നമുക്ക് പബ്ലിക്കിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും വീടുകൾക്കകത്ത് ഫ്ലാറ്റിലാണെങ്കിലും വില്ലാസാണെങ്കിലും വീടിനകത്ത് വരികയും എല്ലാവരുടെ വീട്ടിലും വലുതും ചെറുതുമായ തരത്തിൽ അലങ്കരിക്കുകയും നല്ല ഓർമ്മകളാണ്. പിന്നെ കൂടുതൽ പങ്കുവയ്പ്പാണ്. നമ്മുടെ നാട് വിട്ട് നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ അവിടെ നമ്മളുടെ ബേസിക്കലി ഇവിടെ നമ്മൾ റിലേറ്റീവ്സായിട്ട് എത്ര ടൈപ്പാണോ അതുപോലെയാണ് അവിടെ മലയാളികളെല്ലാം ടൈപ്പ്. ഒരാൾക്കൊരു വിഷമം വന്നാൽ അടുത്തവർ ഓടി എബവ് ആൻഡ് ബിയോണ്ട് പോയി ഒരു ഹെൽപ്പ് ചെയ്യുന്നതും, ഇപ്പോൾ ഒരു ആഘോഷം വന്നാൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്നതും. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ക്രിസ്മസ്, ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ഒക്കെ വരികയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു 120 to 150 ആൾക്കാരുണ്ടാകും. പല മുസ്ലിങ്ങൾ ഉൾപ്പെടെ പലരും നമ്മുടെ വീട്ടിൽ വരും. എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു ഊണൊക്കെ റെഡിയാക്കി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് സാൻഡ വരും. സാൻഡ ഒരാളെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് ശരിക്കും വളരെ മെമ്മറബിളായിട്ട് ഈവൻ ഇപ്പോഴും കുട്ടികൾ അതൊക്കെ ഓർക്കാറുണ്ട്. ഒരു മാസത്തിന് മുന്നേ ഞങ്ങളതിൻ്റെ പണി തുടങ്ങും. എന്നിട്ട് ഓരോ ഗിഫ്റ്റും ഞങ്ങൾ കളക്ട് ചെയ്ത് പാക്ക് ചെയ്ത് ട്രീയുടെ അടിയിലിടും. 24th നൈറ്റ് എല്ലാം ട്രീയുടെ അടിയിലിട്ട് 25th മോർണിംഗ് അവരെ എണീക്കുമ്പോൾ ട്രീ മുഴുവനും സാന്റാക്ലോസ് കൊണ്ടുവന്ന ഗിഫ്റ്റാണെന്ന് പറയും. എന്നിട്ട് അന്നേ ദിവസം ഇവൻറ്റിൻ്റെ അന്ന് സാന്റാക്ലോസ് കോസ്റ്റ്യൂം എല്ലാം ഇട്ട് വരും. വന്നിട്ട് വലിയ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സാന്റാക്ലോസ് ഓരോ ലിസ്റ്റും ഇങ്ങനെ വായിച്ചിട്ട് ഒരാൾ വന്ന് ആ ഗിഫ്റ്റ് എടുത്തിട്ട് അടുത്ത പേര് വായിക്കുമ്പോൾ കൊടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ആ വീട്ടിൽ വരുന്ന എല്ലാവർക്കും കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടാവും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല മെമ്മറീസാണ്. ഇപ്പോൾ ഒരു ടൈം ഫ്രെയിം വരെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. ഒരു 12th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മൾക്ക് എത്രത്തോളം സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റുമോ എത്രത്തോളം മെമ്മറബിളായിട്ട്. ഇന്ന് അവർ വേൾഡിലെ പല ഭാഗത്താണെങ്കിലും ദേ സ്റ്റിൽ റിമെമ്പർ വീട്ടിലെ ക്രിസ്മസ്. അത് അവർക്ക് ഒരിക്കലും ഒരു തുല്യതയില്ലാതെ അതുപോലെ എന്താ പറയുക അതൊരു പ്രത്യേക തരമാണെന്ന് അവർ പറയുന്നത്. സോ ഇത് എല്ലാവർക്കും ഇതുപോലെ ഒരു വലിയ അനുഭവമായിരിക്കും. അബ്രോഡ് താമസിക്കുന്ന എല്ലാവർക്കും നാട്ടിൽ വരുമ്പോഴാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞതോടെ നമുക്ക് ഈ ആഘോഷം തീർന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങുന്നതേ ഉള്ളൂ ആഘോഷം. അത് തീരുമ്പോൾ അത് കണക്ക് ഓണാഘോഷവും അത് തീരുന്നത് അടുത്ത റംസാൻ എത്തുന്നവരെയും അതുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു നല്ല ഓർമ്മകളും അനുഭവമാണ്. എല്ലാവരും വളരെ സ്നേഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിനായാലും ജാതി മതഭേദം എന്നെ എല്ലാവരും ഇന്ത്യൻസ് മലയാളീസ് എന്നൊക്കെ ആ ഒരു ഇതിലാണ് നമ്മൾ കൂടുതൽ സ്നേഹമായിട്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും സമാധാനമായിട്ട് ജീവിക്കണം. ആഫ്റ്റർ ആൾ നമ്മൾ ഹ്യൂമൻസ് അല്ലേ? ജാതി മതം ഇതെല്ലാം കളഞ്ഞേക്ക്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചു നമ്മൾക്ക് സമാധാനത്തോടെ ജീവിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലസമയത്ത് ഇവിടെ നിന്ന് കടന്നു പോകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാതെ എല്ലാവർക്കും ജീവിക്കേണ്ട സ്വാതന്ത്ര്യം, സമാധാനത്തോടുകൂടെ ജീവിക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. അത് മാത്രമാണ് എൻ്റെ ഒരു സന്ദേശം. എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ ഹസ്ബൻഡെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ഒരു ബിഗ് മെറി ക്രിസ്മസ്.